എന്റെ കയ്യിലിരിക്കുന്നത് ലെനോവോ എന്ന ബ്രാൻഡ് പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന ലെനോവോ ടാബ് K11 എൻഹാൻസ്ഡ് എഡിഷൻ ആണ്. അപ്പോൾ ഈ ഒരു ടാബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പ്രൊഫഷണൽസിനൊക്കെ വളരെ ഹാൻഡി ആയിട്ട് നമുക്ക് ഓൺ ദ ഗോയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം ഇതിനകത്ത് 4G സപ്പോർട്ട് ഉണ്ട്. മാത്രമല്ല വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, മികച്ച സെക്യൂരിറ്റി നൽകുന്നുണ്ട്, മാനേജ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അങ്ങനെ നിരവധി ഫീച്ചറുകൾ ചേർന്ന ഒരു കിടിലൻ ടാബ്ലറ്റ് തന്നെയാണ് ലെനോവോ പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന ടാബ് K11 എൻഹാൻസ്ഡ് എഡിഷൻ. ആദ്യം ഒരു കാര്യം പറയട്ടെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് ലെനോവോയാണ്. പക്ഷേ ഈ ഒരു ടാബ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ ഒരു യൂസർ റിവ്യൂ തന്നെയാണ് ഞാൻ നൽകുന്നത്. അതിനകത്ത് ലെനോവോയുടേതായിട്ടുള്ള യാതൊരു കൈകടത്തിലും ഇല്ല എന്ന് അറിയിക്കട്ടെ. ഇതുപോലൊരു ബോക്സിനകത്താണ് ലെനോവോയുടെ ഈ ഒരു ടാബ്ലറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു ബോക്സിനകത്ത് ഇത്തരത്തിൽ ഒരു സ്റ്റൈലസ് പെന്നും അതുപോലെ ആ പെന്നിന്റെ എക്സ്ട്രാ ടിപ്പുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ്ങിന് വേണ്ടി ഇത്തരത്തിലൊരു A to C ചാർജിങ് കേബിളും 10 വാട്ടിന്റെ ഒരു ചാർജറും അതുപോലെ സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ടാബ്ലറ്റ് ഇതുപോലെയാണ് ഈ ഒരു ബോക്സിനകത്ത് പാക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് മറ്റൊരു ബോക്സിനകത്തായിട്ട് ഇതിന്റെ സപ്പോർട്ട് ചെയ്യുന്ന കീബോർഡും കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതിന്റെ ഡിസൈനിലേക്ക് നോക്കുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് വന്നിട്ട് വെറും 496 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതുപോലെ സ്ലിം പ്രൊഫൈലാണ് ഈ ഒരു ടാബിന് കൊടുത്തിരിക്കുന്നത്. 7.15 മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ ഒരു തിക്നെസ്. അതുപോലെ ഇതിന്റെ ബോഡിയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മെറ്റാലിക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നിന്ന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ബാക്കിൽ ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ലെനോവോയുടെ ഒരു ബാഡ്ജിങ് കാണാം. ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് ഉണ്ട് എന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ബട്ടൺസിനെ പറ്റി പറഞ്ഞാൽ മുകളിലായിട്ട് ഇതുപോലെ വോളിയം റോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് പവർ ബട്ടൺ. രണ്ട് വശങ്ങളിലായിട്ട് ഈ 2 സ്പീക്കറുകൾ വീതം ഈ ഒരു ടാബ്ലറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ USB Type-C ചാർജിംഗ് പോർട്ടാണ് ചാർജിങ്ങിനായിട്ട് നൽകുന്നത്. അതുപോലെ താഴെ ഇത്തരത്തിൽ പോഗോ പിൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് കീബോർഡുമായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓർക്കുക, ഈ ഒരു ടാബ്ലറ്റിനോടൊപ്പം ഇത്തരം ഒരു കീബോർഡ് ആക്സസറിയും അതുപോലെ ഇതോടൊപ്പം ഒരു സ്റ്റൈലസ് പെന്നും ഇത്തരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് ഒരു ലാപ്ടോപ്പ് കണക്കെ വേണമെങ്കിലും ഈ ഒരു ടാബ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ടാബിനകത്ത് ഇത്തരത്തിൽ 3.5mm ഓഡിയോ ജാക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഗെയിം ഒക്കെ കളിക്കണമെങ്കിലോ പാട്ട് കേൾക്കണമെങ്കിലോ ഒക്കെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് സാധ്യമാണ്. നമുക്ക് ഇതിന്റെ ഒരു സിം ട്രേ കൂടി ഒന്ന് നോക്കാം. ഇത്തരം ഒരു സിം സ്ലോട്ടാണ് ഇതിന് നൽകിയിരിക്കുന്നത്. നമുക്ക് ഒരേ സമയം ഒരു നാനോ സിം കാർഡും അതുപോലെ മെമ്മറി കാർഡും നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൽ ഉപയോഗിക്കാം. അപ്പോൾ 4G സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ഡാറ്റ ഇപ്പം നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പോലും നമുക്ക് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നെറ്റ് മൊബൈൽ ഡാറ്റ വഴി യൂസ് ചെയ്യാൻ സാധിക്കും. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു ടാബ്ലറ്റ് പ്രധാനമായിട്ടും പ്രൊഫഷണൽസിനെയാണ് ലെനോവോ ഉന്നം വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പോർട്ടബിൾ ആയിട്ടും മികച്ച പെർഫോമൻസ് കിട്ടുന്ന തരത്തിലും മികച്ച സെക്യൂരിറ്റി ലഭിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ മൊത്തത്തിൽ മികച്ച ഒരു ഡ്യൂറബിലിറ്റിയും ഈ ഒരു ടാബിന് ലെനോവോ നൽകിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് നമുക്ക് മൾട്ടി ടാസ്കിംഗ് സാധ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒന്നിലധികം ആപ്പുകൾ ഒരേ സമയം ഉപയോഗിക്കണമെങ്കിൽ അതാത് ആപ്പിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആപ്പ് ഈ ഒരു സൈഡിലേക്കും പിന്നീട് ഇത്രയും ആപ്ലിക്കേഷൻസ് നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് ഇതുപോലെ രണ്ടാമതൊരു സ്ക്രീനിലേക്ക് നമുക്ക് ഇതുപോലെ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ മൂന്നാമതൊരു ആപ്ലിക്കേഷൻ കൂടി നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ഇതുപോലെ ഫ്ലോട്ടിംഗ് രീതിയിൽ നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ കണ്ടില്ലേ 3 ആപ്ലിക്കേഷൻസ് ഒരേ സമയം ഈ ഒരു ടാബ്ലറ്റിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടി ടാസ്കിംഗ് ഒക്കെ ഈ ഒരു ടാബ്ലറ്റിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഒരു ഡിസ്പ്ലേ പറ്റി പറഞ്ഞാൽ 11 ഇഞ്ചിന്റെ LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിരിക്കുന്നത്. അതും മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് ഇതിനകത്ത് 400 നിറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 1920x1200 ആണ് ഇതിന്റെ ഒരു സ്ക്രീൻ റെസൊല്യൂഷൻ. അതുപോലെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ മികച്ച ഒരു റെസ്പോൺസിന് വേണ്ടി 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു ടാബ്ലറ്റിന് ലെനോവോ നൽകിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, TUV റൈലാൻഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് കണ്ണ് ഹാനികരമായിട്ടുള്ള ബ്ലൂ ലൈറ്റിന്റെ എമിഷൻ ഈ ഒരു ഡിസ്പ്ലേയിൽ വളരെ കുറവായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ ദീർഘനേരം ഉപയോഗിച്ചാൽ പോലും കണ്ണിന് അത്ര പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് ചുരുക്കം. 7040 mAh ബാറ്ററിയാണ് ഈ ഒരു ടാബ്ലറ്റിന് പവർ നൽകുന്നത്. പക്ഷേ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 10 വാട്ടിന്റെ ചാർജറാണ് ലെനോവോ ബോക്സിനോടൊപ്പം കൊടുത്തിരിക്കുന്നത്. 10 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് നമുക്ക് വീഡിയോ പ്ലേ ബാക്ക് ഈ ഒരു 7040 mAh ബാറ്ററിയിൽ നിന്നും നമുക്ക് ലഭിക്കും. അതുപോലെ Type-C ചാർജിംഗ് പോർട്ടാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിരിക്കുന്നത്. പെർഫോമൻസിലേക്ക് വന്നാൽ MediaTekന്റെ ഹീലിയോ G88 എന്ന് പറയുന്ന 4G പ്രോസസ്സറാണ്. അതും ഒക്ടാ കോർ പ്രോസസ്സറാണ് ഈ ഒരു ടാബിന് കരുത്ത് പകരുന്നത്. നമുക്ക് 8GB റാം, അതും LPDDR4X റാം ഉണ്ട്. അതുപോലെ 128GB ഇന്റർണൽ സ്റ്റോറേജ് ഈ ഒരു ടാബിന് നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും യാതൊരു വിഷയമില്ല. ഗെയിമൊക്കെ ഒരുവിധം ഒരു മീഡിയം സെറ്റിംഗിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ടാബ്ലറ്റിനകത്ത് കളിക്കാൻ സാധിക്കും. ഓർക്കുക, ഇതൊരു 4G ടാബാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു 4G അവൈലബിൾ ആയിട്ടുള്ള ഒരു സിം കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെയിൻ യാത്രയോ ബസ് യാത്രയോ ഒക്കെ ചെയ്യുന്ന സമയത്തും യാത്രകളിലും നമുക്ക് ഈ ഒരു ടാബ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ചുരുക്കം. അപ്പം ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വളരെ ഹാൻഡി ആണെന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞാൽ 4 സ്പീക്കറുകൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നൽകിയിട്ടുണ്ട്. അതും ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ടും ഈ ഒരു ടാബ്ലറ്റിന് നൽകിയിട്ടുണ്ട്.
ക്യാമറയെ പറ്റി പറഞ്ഞാൽ സാധാരണ ടാബ്ലറ്റുകളുടെ ക്യാമറ അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറില്ല പലപ്പോഴും പല ബ്രാൻഡുകളും. 13 മെഗാ പിക്സലിൽ ഒരു പ്രൈമറി ക്യാമറയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. 8 മെഗാ പിക്സലിൽ ഒരു സെൽഫി സെൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്യണം, അതിന് ബാക്ക് ക്യാമറ ഉപയോഗിക്കാം. നമുക്ക് വീഡിയോ കോൾ ചെയ്യണം, അതിന് സെൽഫി ക്യാമറ ഉപയോഗിക്കാം. ആ ഒരു രീതിയിലൊക്കെ തരക്കേടില്ലാത്ത രീതിയിലുള്ള 13 മെഗാ പിക്സലിൽ 8 മെഗാ പിക്സലിലും സെൻസറുകളാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിരിക്കുന്നത്. ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇത്തരത്തിൽ മാക്സിമം ഫുൾ HD റെസൊല്യൂഷനുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് ഇതിന്റെ കണക്ടിവിറ്റിയെ പറ്റി പറഞ്ഞാൽ ഡ്യുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ട് ഉണ്ട്. അതായത് വൈഫൈ 2.4 GHz വൈഫൈ 5 GHz സപ്പോർട്ട് ഈ ഒരു ടാബ്ലറ്റ് ലഭിക്കും. ആക്സിലറോമീറ്റർ, ജൈറോമീറ്റർ, അതുപോലെ ആംബിയൻ ലൈറ്റ് സെൻസർ തുടങ്ങി നിരവധി സെൻസറുകൾ മികച്ച ഒരു യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 നൽകിയിരിക്കുന്ന ഈ ഒരു ടാബ്ലറ്റിനകത്ത് GPS സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാവിഗേഷൻ ഒക്കെ ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യാം. മാത്രമല്ല IP52 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഈ ഒരു ടാബ്ലറ്റിന് നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിട്ടില്ല, പക്ഷേ ഫേസ് അൺലോക്ക് നൽകിയിട്ടുണ്ട്. അത് കണ്ടില്ലേ, വലിയ ഡിലേ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഫേസ് അൺലോക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ടാബ്ലറ്റിനകത്ത് ലെനോവോയുടേതായിട്ട് ലെനോവോ വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു ആപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ടാബ്ലറ്റിന്റെ ഏതാണ്ട് എല്ലാവിധ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിവൈസ് ഇൻഫോ, അതുപോലെ ആക്സിഡന്റൽ ഡാമേജ് പ്രൊട്ടക്ഷൻ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാൻ സാധിക്കും. അതുപോലെ ഇതിന്റെ ഡിവൈസ് ഗൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാറന്റി എക്സ്റ്റൻഷൻ, പ്രീമിയം കെയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഗൈഡ്, മറ്റ് സർവീസ് ഓപ്ഷനുകൾ ഒക്കെ, ഈ ഒരു ടാബ്ലറ്റിന്റെ വാറന്റി എത്രയാണെന്ന് ചെക്ക് ചെയ്യാനും അതുപോലെ റിപ്പയർ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് ഈ ഒരു ലെനോവോ വാൻറ്റേജ് എന്ന് പറയുന്ന ആപ്പ് തന്നെ ഉപയോഗിക്കാം. ഇനി അതുമല്ലെങ്കിൽ ടാബ്ലറ്റിന്റെ സെറ്റിംഗ്സിൽ തന്നെ ഇത്തരത്തിൽ ലെനോവോ വാൻറ്റേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്നും ഈ പറഞ്ഞ പോലെ ഇതിന്റെ വാറന്റി ചെക്ക് ചെയ്യാനും റിപ്പയർ സ്റ്റാറ്റസ് അങ്ങനെ നേരത്തെ നമ്മൾ കണ്ട പല കാര്യങ്ങളും ഇതിനകത്ത് നിന്ന് അറിയാനൊക്കെ സാധിക്കും. അതുപോലെ എടുത്തു പറയേണ്ട മറ്റു 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 2 അഡീഷണൽ ആയിട്ട് ലഭിക്കുന്ന 2 ആക്സസറികളാണ്. അതായത് നമുക്ക് ഇത്തരത്തിലൊരു കീബോർഡ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ കീബോർഡ് നമുക്ക് ഒരു ബാക്ക് കവറായിട്ട് കൂടി ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ വെച്ചിട്ട് ഈ പോകപ്പിൻ ഏരിയ ഇവിടെ ടച്ച് ആവുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കീബോർഡ് ആക്സസറിയെ പറ്റി പറഞ്ഞാൽ തരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള, നല്ല ടൈപ്പിംഗ്, നല്ല സോഫ്റ്റ്നെസ് നൽകുന്ന തരത്തിലുള്ള ഒരു കീബോർഡാണ് നൽകിയിരിക്കുന്നത്. ന്യൂമറിക്കൽ കീ ആയിട്ട് ഇങ്ങനെ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത, ഈ ഒരു ടാബ്ലറ്റിനകത്ത് PC മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കീബോർഡൊക്കെ കണക്ട് ചെയ്തതിനു ശേഷം ഈ PC മോഡ് ഇതുപോലെ സെറ്റിംഗ്സിൽ നിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലാപ്ടോപ്പ് കണക്കെയുള്ള ഒരു ഹോം സ്ക്രീൻ സെറ്റപ്പ് നമുക്ക് ലഭിക്കും. കണ്ടില്ലേ, ഇവിടുന്ന് ഇതുപോലെ എല്ലാ ആപ്ലിക്കേഷൻസ് എടുക്കാം. ലാപ്ടോപ്പിന്റെ ഹോം സ്ക്രീൻ എങ്ങനെയാണോ കാണുന്നത് ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറുകയായി. അപ്പോൾ കൈകൊണ്ട് ടച്ച് ചെയ്യുന്നതിന് പകരം ഈ ഒരു കീബോർഡ് ആക്സസറിയിൽ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ പെൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പെൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാനും അതുപോലെ എന്തെങ്കിലും എഴുതാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതാനും ഒക്കെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് സാധ്യമാണ്. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നീബോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പെൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എഴുതാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലൊരു നോട്ട് ടേക്കിംഗ് ആപ്പാണിത്. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ പെൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എഴുതുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇതുപോലെ എഴുതുന്നു. അതിനുശേഷം നമ്മളിവിടെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ, ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ടെക്സ്റ്റ് ആയിട്ട് ഇവിടെ കൺവേർട്ട് ആയി. ഇനി നമ്മൾ എഴുതിയ കാര്യം എന്തെങ്കിലും നമുക്ക് മായ്ക്കണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ നമ്മൾ പേന കൊണ്ട് കുത്തി വരയ്ക്കുന്നതൊക്കെ കുത്തി വരച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു വേർഡ് മായ്ച്ച് കളയാനും ഒക്കെ ഈ ഒരു നീബോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് സാധ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ മാത്സ് കാൽക്കുലേഷൻ ഒക്കെ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഇതിനകത്ത് മൈ സ്ക്രിപ്റ്റ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്പ് കൂടിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ 3+4 കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. അതുപോലെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3² + 4² + 2². ഇതിപ്പോൾ ഞാൻ ഇവിടെ എഴുതിയതിന്റെ പ്രശ്നമാണ്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫിഗർ ഒക്കെ മാറ്റിയണമെങ്കിൽ ഇതുപോലെ ഒന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ട് അവിടെ വേറെ നമ്പർ ഒക്കെ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസറും നമുക്ക് ഇതുപോലെ കറക്റ്റ് ചെയ്ത് കിട്ടും. അങ്ങനെ പല മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടും ഈ ഒരു ടാബ്ലറ്റിനകത്ത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ WPS ഓഫീസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതായത് നമ്മുടെ ഓഫീസ് പർപ്പസ്, വേർഡ്, എക്സൽ, പവർ പോയിന്റിന് തുല്യമായിട്ടുള്ള മറ്റ് അത്തരം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന WPS ഓഫീസ് എന്ന് പറയുന്ന ആപ്പ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിന്റെ പ്രൈസിംഗ് ആണ്. അപ്പോൾ 1 ഇയർ വാറന്റിയാണ് ഈ ഒരു ടാബ്ലറ്റിന് ലെനോവോ നൽകുന്നത്. ഇതിന്റെ ഒരു വില എന്ന് പറയുന്നത് 8GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്ന ഈ ഒരു ടാബ്ലറ്റിന്റെ വില എന്ന് പറയുന്നത് 21,221 രൂപയാണ്. അപ്പോൾ ആ പ്രൈസിന് നമുക്ക് ഈ ഒരു സ്റ്റൈലസും കീബോർഡും എല്ലാം ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത്. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വാങ്ങുന്നതിനുള്ള ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് മാത്രമല്ല, ലെനോവോയുടെ ആയിട്ടുള്ള മറ്റേതെങ്കിലും പ്രോഡക്റ്റുകളൊക്കെ വാങ്ങണമെങ്കിലും ഈ ഒരു ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.